മന്ത്രിസഭാ പുനഃസംഘടനയെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരിക്കുകയാണ്. തൊഴുത്തു മാറ്റിക്കെട്ടിയതുകൊണ്ട് ഫലമുണ്ടാവില്ല. സർക്കാരിന്റെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ പുതിയ മന്ത്രിമാർ സ്ഥാനമേറ്റാൽ തിരിച്ചു കിട്ടില്ല. പ്രതിപക്ഷത്തിനെതിരെ ഗണേഷ് കുമാറിന്റെ പരാമർശം മന്ത്രിസ്ഥാനം ലഭിച്ചതിന്റെ ആഹ്ലാദമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് പുതിയ കാരവാന്റെ ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി ഇപ്പോഴും ജീവിക്കുന്നത് കാരവാനിലാണ്. 1000 അടി ദൂരെ നിന്നേ ജനങ്ങളെ മുഖ്യമന്ത്രി കാണുന്നുള്ളൂ. അയോധ്യ രാമക്ഷേത്ര വിഷയത്തിൽ ഹൈക്കമാൻഡ് പരസ്യ പ്രതികരണം വിലക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം പാർട്ടി ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിക്കുമെന്നും കൂട്ടിച്ചേർത്തു. വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിൽ ഒരുക്കിയിരുന്ന പ്രത്യേക വേദിയിലാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സർക്കാരുമായുള്ള രൂക്ഷമായ പോര് തുടരുന്നതിനിടെയാണ് ഗവർണറും മന്ത്രിമാരും ഒരേ വേദിയിലെത്തുന്നത്. ഗണേഷിന് ഗതാഗത വകുപ്പും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പും നൽകുമെന്നാണ് വിവരം. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ഗവർണറുടെ ചായ സൽക്കാരവും ഉണ്ടാകും. ചടങ്ങിനു ശേഷം ഗവർണർ ഇന്ന് തന്നെ മുംബൈയിലേക്ക് പോകും.